ഹേ ഗായ്സ്, നമുക്ക് പെട്ടെന്നൊരു ടേസ്റ്റി ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ നെയ്യും ഇട്ട ശേഷം കുറച്ച് സവോള നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കുക. മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു 3 മതി. പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് സെറ്റായ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1-1.5 സ്പൂൺ അത്രയും മതിയായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിപ്പൊടി മുളക് പൊടിയും ഏകദേശം 2 സ്പൂൺ 2.5 സ്പൂൺ വരെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ അത്യാവശ്യത്തിന് ഇടുക, പിന്നീട് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പുതിന ഇലയാണ്. പുതിന ഇല ഓർ മിൻറ്റ് ലീഫ് ഇട്ട ശേഷം പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയുടെ ആ ഒരു പച്ചപ്പും ഇതൊക്കെ ഒന്ന് മാറിയെടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ്. തൈരും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ചിക്കൻ എടുത്ത് ഇതിലേക്കൊന്ന് കഴുകിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. വിസിൽ പോയ ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിലേക്ക് 2 കപ്പ് അരി എടുക്കുക. ഈ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, നമ്മൾ സെയിം അളവിനെടുത്ത സെയിം ഇതിൽ തന്നെ 4 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. സോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നോക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ എൻ്റെ ഈ പാത്രം എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കറിലുമാണ് വെച്ചിട്ടുള്ളത് കൊണ്ടും ഞാൻ ഒന്ന് നൈസായിട്ടൊന്ന് പാത്രം മാറ്റുന്നുണ്ട്. പാത്രം മാറ്റിയിട്ട് ആ സെയിം മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. ഇതൊന്ന് സെറ്റായി വരണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. ഇപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി, ഈസി ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ.